ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾസിനെ പറ്റിയാണ്. അപ്പം രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണ് എന്ന് പറയണമെങ്കിൽ ആ രണ്ടിനും സെയിം ഷേപ്പ് ആയിരിക്കണം. പക്ഷെ സെയിം സൈസ് ആവണമെന്നില്ല. പക്ഷെ സെയിം ഷേപ്പ് ആണെങ്കിൽ നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയും. കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ഷേപ്പും സെയിം ആയിരിക്കും, സൈസും ഷേപ്പ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആയിരിക്കും, പക്ഷെ എല്ലാ സിമിലർ ഫിഗേഴ്സും കോൺഗ്രുവന്റ് ആയിരിക്കില്ല. അത് ഇതിന് കാരണമാണ്. ഓക്കെ, ഇപ്പൊ കോൺഗ്രുവന്റ് എന്ന് വെച്ചാൽ എന്താ? സെയിം സൈസും സെയിം ഷേപ്പും. സിമിലർ എന്ന് വെച്ചാൽ സെയിം ഷേപ്പ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കില്ല. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പറയണമെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് സൈഡിന്റെ റേഷ്യോകൾ സെയിം ആയിരിക്കണം. അതായത് AB PQ, BC QR അല്ലെങ്കിൽ AC PR. ആ റേഷ്യോസ് സിമിലർ ആണെങ്കിൽ നമ്മൾ സിമിലർ എന്ന് പറയും. ഇനി കുറച്ച് തിയറമുകളുണ്ട്. തിയറം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിലെ മിഡ് പോയിന്റിൽ നിന്ന് വേറൊരു സൈഡിലെ മിഡ് പോയിന്റിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു BC എന്ന് പറയുന്ന ഒരു ലൈൻ പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ QR പാരലായിട്ട് BC എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതും വിൽ ബി, അതായത് PBBQ അതിന്റെ റേഷ്യോയും ഈ രണ്ടിന്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഇനി തിരിച്ചും പറയാം, ഇങ്ങനെ രണ്ട് റേഷ്യോസ് സെയിം ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ ലൈൻ ഇതുമായിട്ട് പാരലായിരിക്കും. അതാണ് വേറൊരു ഇക്വേഷൻ. ഇനി വേറൊരു തിയറം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു സെയിം ബേസിൽ നിന്ന്, അതായത് ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു, ഇവിടുന്നത് ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ വരച്ചു. അപ്പൊ നോക്കിയേ, ഈ ഒരു ബേസ് കൺസിഡർ ചെയ്താൽ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതും ഒരു ട്രയാങ്കിൾ അല്ലേ? അതായത് CBR ഒരു ട്രയാങ്കിൾ ആണ്, CQR ഒരു ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിനും ഒരു ബേസ് ആണ്, രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ളതുമാണ്. ഇങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഇതാണ് വേറൊരു തിയറം. ഇനിയുള്ളത് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ലൈൻ ഈ ഒരു രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ലൈൻ മൂന്നാമത്തെ ബേസിന്റെ പാരലായിരിക്കും. ഇനി കറസ്പോണ്ടിങ് ആംഗിൾസ്, അതായത് ഈ ആംഗിൾ സെയിം ആണ്, ഈ ആംഗിൾ സെയിം ആണ്, ഈ ആംഗിൾ സെയിം ആണെങ്കിൽ ആ രണ്ട് സിമിലർ ആംഗിൾസിനെ A വെച്ചിട്ട് സെയിം ആയിരിക്കും. ഇനി റേഷ്യോസ്, അതായത് ഈ റേഷ്യോ ഈ റേഷ്യോ, ഈ റേഷ്യോ ബൈ ഈ റേഷ്യോ, ഈ റേഷ്യോ ബൈ ഈ റേഷ്യോ അത് സെയിം ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് SSS വെച്ചിട്ട് സിമിലർ ആയിരിക്കും. ഇനി വേറൊന്നുണ്ട്, അതായത് ഈ ആംഗിളും സെയിം ആണ്, ഈ സൈഡും ഈ സൈഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ സെയിം അല്ല, റേഷ്യോ സെയിം ആണ്. അതായത് AB ബൈ PQ ഇസ് ഈക്വൽ ടു BC ബൈ QR. കണ്ടോ? അപ്പൊ ആ രണ്ട് അടങ്ങുന്ന ആംഗിളും, അപ്പൊ അതിനെന്ത് പറയും? ഈ ഒരു സൈഡ് ഒരു ആംഗിൾ, ഒരു സൈഡ്. അപ്പൊ SAS വെച്ച് അത് സിമിലർ ആണ്. ഇനി വേറെ ഉണ്ട്, അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും തമ്മിൽ സെയിം റേഷ്യോയിലാണെങ്കിൽ, ABC ട്രയാങ്കിളിന്റെ ഏരിയയും ഈ PQR ട്രയാങ്കിളിന്റെ ഏരിയയും സെയിം ആണെങ്കിൽ ഈ ഒരു സൈഡിന്റെ സ്ക്വയർ, അതായത് AB ബൈ PQന്റെ സ്ക്വയറിന്റെ റേഷ്യോ ഇസ് ഈക്വൽ ടു BC ബൈ QRന്റെ റേഷ്യോയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു AC ബൈ PRന്റെ റേഷ്യോന്റെ സ്ക്വയർ. അത് അടുത്ത തിയറം. ഇനി വേറൊന്നുണ്ട്, അതായത് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. റൈറ്റ് ട്രയാങ്കിളിന്റെ ഇതിനെന്ത് പറയുന്ന ഒരു 90 ഡിഗ്രി ഫോം ചെയ്യുന്ന ആ ആംഗിളിൽ നിന്ന് നമ്മൾ വേറൊരു സൈഡിലേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ആ പെർപെൻഡിക്കുലർ മിഡ് പോയിന്റിൽ വരികയാണെങ്കിൽ ഇപ്പം ഫോം ചെയ്യുന്ന ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കുമെന്ന്. അതാണ് മൂന്നാമത്തത്. പിന്നെ വേറെ ഉണ്ടത് പൈത്തഗോറസ് തിയറമാണ്. നിങ്ങൾക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡിനെ നമ്മൾ എന്താ പറയുന്നത്? ഹൈപ്പോട്ടേനിയസ് എന്ന് പറയും. അതിന്റെ താഴത്തിനെ നമ്മൾ ബേസ് എന്ന് പറയും, ഇതിനെ നമ്മൾ ഹൈറ്റ് എന്ന് പറയും അല്ലേ? ഹൈപ്പോട്ടേനിയസിന്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയറിന്റെ സം. അതായത് ഹൈപ്പോട്ടേനിയസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇത് പൈത്തഗോറസ് തിയറമാണ്. അപ്പൊ അതാണ് പൈത്തഗോറസ് തിയറം നമ്മൾ പറയുന്നത്. അതായത് ഹൈപ്പോട്ടേനിയസ് ഒരു സൈഡിന്റെ സ്ക്വയർ മറ്റേ രണ്ട് സൈഡിന്റെ സ്ക്വയറുമായിട്ട് പ്ലസ് ചെയ്യുവാണെങ്കിൽ അതൊരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയും. ഇതിനെ നമ്മൾ പൈത്തഗോറസ് തിയറം എന്ന് പറയും. ഇനി രണ്ട് ട്രൂ ട്രയാങ്കിൾസ്, നമ്മൾ റൈറ്റ് ട്രയാങ്കിൾസ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഈ സൈഡും അതിനൊരു ഈ സൈഡും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റേഷ്യോ ആണെങ്കിൽ RHS വെച്ച് ഇത് രണ്ടും സിമിലർ ആണെന്ന് നമ്മൾ പറയും. അങ്ങനെ RHS എന്ന് പറയും, റൈറ്റ് ഹൈപ്പോട്ടേനിയസ് സൈഡ്. അതായത് റൈറ്റ് ആംഗിളും കാണും, അതിന്റെ ഹൈപ്പോട്ടേനിയസും പിന്നെ അതിന്റെ ഒരു സൈഡും അത് സിമിലർ ആണെങ്കിൽ നമ്മൾ RHS വെച്ച് അത് രണ്ടും സിമിലർ ആണെന്ന് പറയും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്രയാങ്കിൾസിന്റെ ജസ്റ്റ് ഒരു സാധനം.
ഇനി അടുത്തത് നമ്മുടെ ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി എന്താണെന്ന് വെച്ചാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡും അതിന്റെ ആംഗിൾസും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. പലതരമുണ്ട്. ഇപ്പൊ ട്രിഗ്നോമെട്രിയിൽ ജസ്റ്റേ ഉള്ളൂ റൈറ്റ് ട്രയാങ്കിൾസിന്റെ സൈഡും ആംഗിൾസും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്, ABC. ഇതിനെയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് പറയുന്നത്, ആംഗിൾ P. ഓക്കെ, ഈ ആംഗിൾ ഈ ഒരു A വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ A സൈൻ കോസ് ടാൻ. സൈൻ A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? BC ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ല, പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടേനസ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് പെർപെൻഡിക്കുലർ ഏതാ? BC ബൈ AC. അതായത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടേനസ് ആണ് സൈൻ. കോസ് എന്ന് വെച്ചാൽ ബേസ് പ്ലസ് ഹൈപ്പോട്ടേനസ്. അപ്പം ബേസ് ബൈ ഹൈപ്പോട്ടേനസ്. ബേസ് എന്താ? AB ബൈ ഹൈപ്പോട്ടേനസ് എന്താ? AC. ഇനി ടാൻ എന്ന് വെച്ചാൽ എന്താ? സൈൻ കോസെ ടാനെ. ടാനെ എന്ന് വെച്ചാൽ സൈനെ ബൈ കോസെ ആണ്. അതായത് പെർപെൻഡിക്കുലർ ബൈ ബേസ്. പെർപെൻഡിക്കുലർ ഏതാ? BC ബൈ ബേസ് ഏതാ? AB. ഇതാണ് സൈനും ടാനും കോസും. ഇനി സൈനിന്റെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. അപ്പൊ കൊസീക്ക് എന്ന് വെച്ചാല് സൈനിന്റെ തിരിച്ചിടുന്ന റെസിപ്രോക്കലാണ്. കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക്. സീക്ക് എന്ന് പറയുന്നത് 1 കോസെ. ട്രിഗ്നോമെട്രി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ടാനിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ കോട്ട് എന്ന് പറയും. കോട്ട് എ എന്ന് പറയുന്നത് 1 tan A. ഓക്കെ, ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയേണ്ടത്, ഇപ്പം നമ്മളൊരു ആംഗിൾസ്, ഇപ്പം എപ്പോഴും നമ്മൾ ഏത് ആംഗിൾ ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മൾ C കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? AB ആണ്. അപ്പം നമ്മൾ സൈൻ C എങ്ങനെ എഴുതും? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടേനസ് അല്ലേ? അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ഏതാ? AB ആണ്. ബൈ ഹൈപ്പോട്ടേനസ് ഏതാ? AC. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളൊരു ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനെ പെർപെൻഡിക്കുലർ എന്ന് എടുക്കും, അതിന്റെ അടുത്തുള്ളതിനെ നമ്മൾ ബേസ് എന്ന് എടുക്കും. ഇപ്പൊ ആംഗിൾ A കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെയാണ് പെർപെൻഡിക്കുലർ എടുക്കുന്നത്, അതിന്റെ അടുത്തുള്ളതിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ട്രിഗ്നോമെട്രിക് ആംഗിൾസ് നമുക്ക് നോക്കാം. അപ്പൊ ട്രിഗ്നോമെട്രിക് ആംഗിൾസ് നമ്മൾ തീറ്റ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി നമ്മളൊരു ബോക്സ് വരയ്ക്കാന്ന് വെച്ചു. ഇത് പഠിക്കണേ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈൻ 0 ഡിഗ്രി 0. ഇത് 1/2, 1/√2, √3/2, 1. ഇനി കോസ് എഴുതുമ്പോൾ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം. അപ്പം 1 √3/2, 1/√2, 1/2, 0 ഉണ്ട്. ഇത് അങ്ങോട്ട്, ഇത് iങ്ങോട്ട്. ഇനി ഇത് രണ്ടിന്റെയും കൂടി എന്താ പറയുക, ഡിവിഷൻ ചെയ്യുന്നതല്ലേ ടാൻ. അതായത് ടാൻ എന്ന് വെച്ചാൽ സൈൻ എ ബൈ കോസ് അല്ലേ. അപ്പൊ ഇത് രണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ അപ്പൊ 0, 1/√3, 1, √3, 1/0 എന്താ? നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരെണ്ണം ഇല്ല. അപ്പൊ നോട്ട് ഡിഫൈൻഡ്. ഇനി ഇതിന്റെ എല്ലാം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് കൊസീക്കും സീക്കും കോട്ടും കിട്ടും. അതായത് ഇപ്പം കൊസീക്ക് 0 എന്ന് പറയുന്നത് 0 തന്നെ, കൊസീക്ക് 30 എന്ന് പറയുന്നത് 1/2 തിരിച്ചിടുമ്പോൾ 2, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ടേബിൾ ആണ്. ഇത് കാണാൻ പഠിക്കണം കേട്ടോ. ഇത് കാണാൻ പഠിക്കേണ്ട സാധനമാണ്. ഇനി നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രിഗ്നോമെട്രി ഫുള്ള് സംസാരിക്കുന്നത് റൈറ്റ് ട്രയാങ്കിളിനെ പറ്റിയല്ലേ. നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പം ABC നമുക്കറിയാം. ഈ സപ്ലിമെന്ററി ആംഗിളും കോംപ്ലിമെന്ററി ആംഗിളും എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾ? കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്നതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത്. സപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? രണ്ട് ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതിനെയാണ് നമ്മൾ സപ്ലിമെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് കൂട്ടുമ്പോൾ എന്തായിരിക്കണം കിട്ടേണ്ടത്? 3 ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ഓൾറെഡി ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾ 90 ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 90 കിട്ടണം. അതായത് എയും സിയും കൂട്ടുമ്പോൾ 90 ആയിരിക്കും ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ. കാരണം ഓൾറെഡി ഒരു ആംഗിൾ 90 ആയി. അപ്പം ബാക്കി 90 ഇത് രണ്ടിൽ നിന്നല്ലേ എടുക്കേണ്ടത്. അപ്പം ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് ആംഗിൾസ് എപ്പോഴും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അപ്പം നമുക്ക് എയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 90 - C എന്നും എഴുതാൻ പറ്റും അല്ലേ.
അതുപോലെ അപ്പം നമുക്ക് വേറെ രീതി എഴുതാം. സൈൻ 90 മൈനസ് എ എന്ന് പറയുന്നത് കോസ് എ ആണ്. ടാൻ 90 മൈനസ് എ എന്ന് പറയുന്നത് കോട്ട് എ ആണ്. സീക്ക് 90 മൈനസ് എ എന്ന് പറയുന്നത് കൊസീക്ക് എ ആണ്. ഇതുപോലെ തന്നെ തിരിച്ചു എഴുതാം. അതായത് കോസ് 90 മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ എ ആണ്. അതുപോലെ കോട്ട് 90 മൈനസ് എ എന്ന് പറയുന്നത് ടാൻ എ ആണ്. കൊസീക്ക് 90 മൈനസ് എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആട്ടോ, ഞാൻ ഡിഗ്രി എഴുതുന്നില്ലെന്നേ ഉള്ളൂ, എന്ന് പറയുന്നത് സീക്ക് എ ആണ്. ഇതെങ്ങനെയാ വരുന്നതെന്ന് ജസ്റ്റ് ഒരു രീതി പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഇവിടെ പറഞ്ഞതുപോലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ സി യെ നമുക്ക് എങ്ങനെ എഴുതാം? 90 ഡിഗ്രി മൈനസ് എ എന്ന് എഴുതിക്കൂടെ? അപ്പം ഇപ്പൊ സൈൻ സി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു. സൈൻ സി എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ്, അതായത് എ ബി ബൈ എ സി ആണ് അല്ലേ? ഈ എ ബി എന്ന് ബൈ എ സി എന്ന് പറയുന്നത് എന്താ? എ ബി ബൈ എ സി എന്ന് പറയുന്നത് കോസ് എ അല്ലേ? കോസ് എ എന്താ? എ ബി ബൈ എ സി അല്ലേ? ഇസ് ഈക്വൽ ടു കോസ് എ. അപ്പം സൈൻ സി എന്ന് പറയുന്നത് കോസ് എ ആണ്. സി എ എങ്ങനെ എഴുതാം? 90 മൈനസ് എ എന്ന് എഴുതിക്കൂടെ? അപ്പം സി 90 മൈനസ് എ എന്ന് പറയുന്നത് കോസ് എ ആണ്. ഇങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് എല്ലാം വന്നത്. ഇതങ്ങ് കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേഷനെ ഞാൻ പറഞ്ഞോളൂ. അപ്പം ഇതാണ് ട്രിഗ്നോമെട്രിയുടെ ഒരു പോർഷൻ. ഇനി കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ കാണാൻ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ എ. അല്ലെങ്കിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എ. ഇതാണ് 3 ഐഡന്റിറ്റി. ഇത് 3ഉം കാണാൻ പഠിക്കണം കേട്ടോ. ഇനി വേറൊന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി വേറൊരു കാര്യം പറയാണ്. നമ്മൾ ഒരു ഗ്രൗണ്ട്, ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മളാണ് എ ബി, നമ്മൾ ഒരു മേളിലൊരു ആകാശത്തെ നോക്കുന്നു. ഈ ഒരു ലൈനിനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിക്കും. ഈ നമ്മുടെ നേരെയുള്ള ഒരു ലൈനിനെ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വിളിക്കും. ഈ ലൈൻ ഓഫ് സൈറ്റും ഈ ഹൊറിസോണിന്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ലൈൻ ഓഫ് സൈറ്റ്, ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ, ഇത് ഹൊറിസോണ്ടൽ. ഇത് നേരെ വേറൊരു സിറ്റുവേഷൻ. അതായത് നമ്മളൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിൽക്കുകയാണ്. മേളിൽ ഇവിടെ താഴെ ഒരു ബോളുണ്ട്. അപ്പം നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ. അപ്പം താഴോട്ട് നോക്കുമ്പം ഈ ഒരു ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇതിനെയാണ് ലൈൻ ഓഫ് സൈറ്റ് കേട്ടോ. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ആംഗിളൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് തന്നു, ഈ ഒരു ഡിസ്റ്റൻസ് തന്നു. നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് തന്നു നമ്മുടെ ഒരു ട്രയാംഗിൾ ആയിട്ട് ഫോം ചെയ്താൽ ഈ കോസും സൈനും ടാനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ട്രിഗ്നോമെട്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ വേറൊരു ഇതിൽ ഇടാം.